പാടാൻ പറ്റും തോന്നുന്നില്ല. എന്താ പാടാൻ കഴിയില്ലേ? ചാനൽ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിൽക്കുക. ശ്യാമയും മാനസയും 2 കണ്ടസ്റ്റൻസ് മാത്രം പെർഫോം ചെയ്യാനുള്ളത്. അവസാന നിമിഷം പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? എന്റെ അപ്പു. ശ്യാമ, ഇപ്പൊ ഇവിടെ പേഴ്സണൽ സെന്റിമെന്റ്സിന് പ്രസക്തിയില്ല. ശ്യാമ കുറെ കൂടി പ്രാക്ടിക്കൽ ആവണം, പ്രൊഫഷണൽ ആവണം. ശ്യാമ പാടിയേ പറ്റൂ. ശ്യാമ ഫ്രഷ് ആയിട്ട് വന്നേ വേഗം. പ്രോഗ്രാമിന് റെഡിയാവ്. ആ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്ക്. ശ്യാമ, പ്രോഗ്രാം ഗംഭീരാകണം, മനസ്സിലായല്ലോ? വാ. കൊള്ളാമല്ലേ? നല്ല പോഷ് ഓഫീസ്. അതെ അതെ. എന്താ പിന്നിലോട്ടൊളിക്കുന്നേ? മുന്നിൽ നടക്ക്. അമ്മ, അന്നത്തെ പ്രശ്നം അവരെല്ലാം എന്റെ ഷോ കണ്ടതാ. ആ നാണക്കേട്. പിന്നെ അത് ഓർത്തിരിക്കല്ലേ ഇവരൊക്കെ. നീ വന്നേ ഐശ്വര്യ. അമ്മ, അത് വാ. ഐശ്വര്യ വന്നേ. അമ്മ, ഞാൻ ഈശ്വര, എന്റെ മോളെത്തിയല്ലോ. അങ്ങനെയെങ്കിൽ അവളെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. മാഡം വരൂ, അകത്തിരിക്കാം. വരൂ. വാ. വരൂ മാഡം. എന്റെ മോള് ശ്രീകുട്ടി. ശ്യാമ ഇത്രയും നന്നായിട്ട് പാടുമെന്ന് സത്യത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ ശ്യാമയുടെ ഫാനാ ഞാനും എന്റെ വൈഫും മക്കളും എല്ലാം. ഓ, ഇന്നത്തെ പെർഫോമൻസ് കഴിഞ്ഞ് ശ്യാമ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരണം. ഓ, ഷോ കഴിയട്ടെ. ശരിയെന്നാ, താങ്ക് യു. ഞാൻ അവിടെ ഉണ്ടാവും. ശരി. സർ, ശ്യാമ അവിടെ ആകെ ഡെസ്പായിരിക്കുക. ഷോ ആരംഭിക്കാറായി. സാറൊന്ന് ചെന്നേ. എന്താ പറ്റിയത്? എന്ത് കാര്യമായാലും സാറിന് ശരിക്കും മോട്ടിവേറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ അത് പെർഫോമൻസിനെ ബാധിക്കും. ശരി, ഞാൻ ശ്യാമയൊന്ന് കാണട്ടെ. ഒടുവിൽ ശ്യാമയുടെ പെർഫോമൻസ് കൈവിട്ടു പോവോ? ശ്യാമ, എന്താ തനിക്ക് എന്താ പറ്റിയേ? നമ്മുടെ അപ്പു. അപ്പനെന്തോ അത് എന്റെ അടുത്ത് വിളിച്ചിരുന്നു.
എന്റെ അപ്പു. ജയന്തിയുടെ അല്ല പറഞ്ഞത്. അതില് കുറച്ചെന്തേലും കാര്യം കാണും. പക്ഷെ ബാക്കി പറഞ്ഞു ഒന്നും വിശ്വസിക്കണ്ട. ഇല്ല, ഇത് സത്യമാ. അല്ലെങ്കിൽ അപ്പു അച്ഛനും അമ്മയൊക്കെ ഇപ്പൊ ഇവിടേക്ക് വന്നേനെ അല്ലേ? ശ്യാമ സമാധാനമായിട്ടിരിക്കെ. ഞാൻ അച്ഛനെ വിളിക്കാം. കാര്യങ്ങളുടെ സ്ഥിതി ഞാൻ അന്വേഷിക്കാം. സർ, ഇനി എനിക്ക് പാടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പാടാൻ പറ്റില്ലെന്നോ? ഞാൻ സർ, ഇല്ല സർ, എനിക്കിനി പാടാൻ പറ്റില്ല. ശ്യാമ, താൻ തൽക്കാലത്തേക്ക് അത് മറന്നേക്ക്. അപ്പൊ ഹോസ്പിറ്റലിലല്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? സർ, വലിയ ഓപ്പറേഷൻ വേണ്ടി വരുന്ന ഡോക്ടർ പറഞ്ഞ് 25 ലക്ഷം രൂപയൊക്കെ വേണ്ടി വരുമെന്ന്. ജയന്തി അടുത്ത് പറഞ്ഞ കാര്യം ശരിയാണെന്ന് തന്നെ ഇരിക്കട്ടെ. താൻ ഇപ്പൊ പാടുന്നു, വിൻ ചെയ്യുന്നു. പ്രൈസായിട്ട് കിട്ടുന്നത് എത്രയാ? 75 ലക്ഷം രൂപ. അതിലൊരു 25 ലക്ഷം രൂപ മതിയല്ലോ അപ്പുവിന്റെ ഓപ്പറേഷന്. അതെ, അത് മതി. ശ്യാമ ഒന്ന് മനസ്സ് വെച്ചാ അത് ശ്യാമയ്ക്ക് നേടാനാവും. ഇനി ചിന്തകളൊന്നുമില്ല. അവസാന നിമിഷം ദൈവം ശ്യാമെ പരീക്ഷിക്കാന്ന് കരുതിയാ മതി. എല്ലാം നല്ലതിനാ, അങ്ങനെ ചിന്തിക്ക്. ശ്യാമ, ഇനി സമയമില്ല. താൻ മനസ്സൊന്ന് നേരെയാക്കി വെക്ക്. ഇപ്പൊ തന്റെ മുന്നില് ഈ മ്യൂസിക് ഷോ മാത്രം, അത് മതി. ശ്യാമ, ഞാനാ പറയുന്നേ, നമ്മൾ ഈ ഒരു നിമിഷത്തിന് വേണ്ടി, ഈ ഒരു വിജയത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. അവസാന നിമിഷം അത് കൈവിട്ട് കളയരുത്. ഇല്ല സർ, പറ്റുന്നില്ല. എനിക്ക് പറ്റുന്നില്ല. മാപ്പ്. ശ്യാമ, അപ്പു, എന്നെ കൊണ്ട് പറ്റില്ല. എന്നെ കൊണ്ട് പറ്റില്ല. അവസാന നിമിഷം എല്ലാം കൈവിട്ട് പോവാണല്ലോ ഈശ്വര. സി സിംഗർ ഓഫ് ദി ഇയർ ഫൈനൽ റൗണ്ട് മത്സരം ആരംഭിക്കുകയാണ്. നമുക്ക് ആദ്യം പ്രിയപ്പെട്ട ജഡ്ജസിനെ ക്ഷണിക്കാം. നമ്മുടെ ജഡ്ജിംഗ് പാനലിലെ പ്രിയങ്കരിയായ രേണുക സീതാരാമൻ മാം. പ്ലീസ് വെൽക്കം മാം. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജ് വിജി തമ്പി സാർ. പ്ലീസ് വെൽക്കം സർ. നല്ലൊരു കയ്യടി കൊടുക്കാം.
GK സാറാ അടുത്ത ജഡ്ജിംഗ് സീറ്റിൽ എത്തേണ്ടത്. പക്ഷേ കഴിഞ്ഞ പല കണ്ടസ്റ്റൻസിന്റെ അഭ്യർത്ഥന മാനിച്ച് ആ സീറ്റിൽ പുതിയൊരു ജഡ്ജ് എത്തുകയാണ്. ഞാൻ ശ്യാമയ്ക്ക് നൽകുന്ന ഒന്നാമത്തെ ഷോക്ക്. ഞങ്ങളുടേത് സത്യസന്ധമായി നടത്തുന്ന ലൈവ് മ്യൂസിക് ഷോയാണ്. ഇന്ന് പാടുന്ന ഒരു കണ്ടസ്റ്റന്റിനോട് GK സാർ പക്ഷപാതം കാണിക്കുന്നു എന്ന പൊതു പരാതിയെ മാനിച്ച് ജഡ്ജിംഗ് പാനലിൽ ഒരു ചേഞ്ച് വരുത്താൻ ഞങ്ങൾ നിർബന്ധിതരായി. മാനസയും ശ്യാമയും ഇഞ്ചോടിഞ്ച് മാറ്റുരയ്ക്കുന്ന ഈ ഷോയിൽ GK സാറിന് പകരം പുതിയ ജഡ്ജായി എത്തുന്നു പ്രശസ്ത പാട്ടുകാരി. ശബ്ദ ഭംഗി കൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ച നമ്മുടെ സ്വന്തം ഗായിക. വിസ്മയ. അയ്യോ, വിസ്മയോ? സർ, ഇതാണ് ഞാൻ ശ്യാമയ്ക്ക് കൊടുക്കുന്ന രണ്ടാമത്തെ ഷോ. നമസ്കാരം സർ. കണ്ടില്ലേ, ഇപ്പൊ തന്നെ നിന്നെ തകർക്കാൻ വന്ന ശ്യാമ ഫ്ലാറ്റ്. ഫൈനൽ വിന്നർ എന്റെ മാനസ, ഉറപ്പ്. മാഡം, ശ്യാമ ആകെ തകർന്നിരിക്കുക. ഇന്നത്തെ ഷോ കൈവിട്ടു പോവോ? എനിക്കൊന്നും അറിയില്ല. ഷോ ആകെ മൊത്തത്തിൽ കൊള്ളാവുന്ന മട്ട. ശ്യാമ അവളെല്ലാം നശിപ്പിക്കും. ഒടുവിൽ പെട്ടുപോകുന്ന ഞാനായിരിക്കും. കഴിക്കും മോനെ. വേണ്ടമ്മേ, ഇപ്പൊ വേണ്ട. ദാ, ഇത്തിരി കഴിക്ക്. വേണ്ടമ്മേ, എനിക്കിപ്പോ ഒന്നും വേണ്ട. വേണ്ടാത്തോണ്ടാ. കഴിക്കടാ. വേണ്ടമ്മേ, ഒരെണ്ണം കഴിക്കുന്നേ. വേണ്ടമ്മേ, മോനെ ഇത് കഴിക്കടാ. വേണ്ടമ്മേ, ശ്ശെ, വേണ്ട. ഒരെണ്ണം കഴിക്കടാ. നിനക്ക് വിശക്കില്ലേ മോനെ? കഴിക്കടാ. കഴിക്കും മോനെ, ഏയ്, ഒരു കഷ്ണം. ഇപ്പൊ വേണ്ടമ്മേ, വേണ്ടാത്തോണ്ടാ. പിന്നെ ഇന്ന് കഴിക്കാം. തന്നെ അമ്മേ. അവന് വേണ്ടെങ്കി വേണ്ട, ഞാൻ തിന്നോളാം.
മോന് കുറച്ച് ആശ്വാസം തോന്നുന്നുണ്ടോ? എനിക്കിപ്പോ പ്രശ്നമൊന്നുമില്ല അച്ഛാ. ഞാനൊരു കാര്യം പറഞ്ഞ അച്ഛൻ എനിക്ക് സഹായിച്ചു തരുമോ? എന്താ മോനെ പറഞ്ഞു? അച്ഛാ, എനിക്ക് ശ്യാമേച്ചി പാടുന്ന കേൾക്കണം. അതിപ്പോ എങ്ങനെയാ? ആ ശരിയാ, ഒരു ടി വി ഇവിടെ ഫിറ്റ് ചെയ്താ പോരെ? ആ എനിക്ക് അവിടുത്തെ ചില രംഗങ്ങൾ കാണാൻ ആഗ്രഹമുണ്ടേ. അതെ അച്ഛാ, ഒരു ടി വി ഇവിടെ വെച്ചാ മതി. ഡോക്ടറിനോട് ഒന്ന് ചോദിക്കോ അച്ഛാ? മോനെ നമ്മൾ ആശുപത്രിയിലല്ലേ, വീട്ടിലല്ലല്ലോ. എന്താ അപ്പു പറയുന്നേ? ഡോക്ടറെ അത് മോനെ. ഡോക്ടർ, ഇന്നെന്റെ ശ്യാമേച്ചിയുടെ മ്യൂസിക് ഷോ ഫൈനലാ, ലൈവ് ഷോയാ. ഇപ്പൊ തുടങ്ങും. എനിക്കൊന്ന് കാണണം ഡോക്ടറെ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അത്. എന്റെ ശ്യാമേച്ചി ജയിക്കുന്നത് എനിക്ക് നേരിട്ട് കാണണം. അപ്പു ഈ അവസ്ഥയിൽ അത് പ്ലീസ് ഡോക്ടറെ, എതിര് പറയരുത്. എനിക്കൊന്ന് കാണണം. ഇനി ചിലപ്പോ എനിക്ക് ശ്യാമേച്ചിയുടെ മറ്റു വിജയൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലോ ഡോക്ടറെ? പ്ലീസ് ഡോക്ടർ. ഓക്കെ, അപ്പു ടെൻഷൻ ആവണ്ട. തന്റെ ചേച്ചിയുടെ മ്യൂസിക് ഷോ അപ്പുവിന് ലൈവായിട്ട് തന്നെ കാണാം. സന്തോഷായോ സിസ്റ്ററെ? അവിടെ ഓഫീസിലൊന്ന് പറയൂ, ഒരു ടി വി സെറ്റ് ചെയ്ത് കൊടുക്കാൻ. ശരി ഡോക്ടർ. ചെല്ല്. ദേ അപ്പു, ബെഡിന്ന് എണീക്കാനേ പാടില്ല. ഇങ്ങനെ കിടന്ന് മ്യൂസിക് ഷോ കാണണം, കേട്ടല്ലോ? ആ ഡോക്ടറെ, താങ്ക് യു ഡോക്ടർ. ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. കണ്ടോ, ഡോക്ടർ സമ്മതിച്ചത് കണ്ടോ? ഞാൻ ഇവിടെ കിടന്നോണ്ട് എന്റെ ശ്യാമേച്ചി ജയിക്കുന്നത് കാണും. പിന്നെ ജയിക്കും, ശ്യാമേച്ചി ജയിക്കും. നമുക്ക് കാണാടാ. എന്റെ ശ്യാമേച്ചി ജയിക്കും, ഉറപ്പാ. നിന്റെ ശ്യാമേച്ചിയെ ഇപ്പൊ അവിടെ എന്റെ അപ്പു എന്ന് പറഞ്ഞ് കരഞ്ഞു പിഴിഞ്ഞിരിക്കുവായിരിക്കോടാ. ടിവിയിൽ നിനക്കേ ആ മാനസ് ജയിക്കുന്നത് നേരിട്ട് കാണാം. ഞാനാ പറയുന്നേ. ജലി, നീ അപ്പുവിന്റെ കാര്യം ശ്യാമയോട്. ആര് വിളിച്ചു? ഞാൻ വിളിച്ചില്ല. അല്ല, ശ്യാമേച്ചിയെ ജയന്തി എടുത്ത് വിളിച്ചെന്റെ കാര്യം പറഞ്ഞു. ദേ ചെക്ക, സുഖമില്ലാന്ന് ഞാൻ നോക്കൂല, വെറുതെ കിടക്കട അവിടെ. എനിക്ക് ഒന്ന് പുറത്തു പോണം, ഒരു അത്യാവശ്യം. ജയന്തി എടുത്ത് ശ്യാമേച്ചിയോട് കാര്യം പറഞ്ഞു. പാവം ശ്യാമേച്ചി. എന്നെ ഓർത്തിട്ടിപ്പോ ഇനിയിപ്പോ എന്താ ചെയ്യ? സിംഗർ ഓഫ് ദി ഇയർ സീസൺ 1 അടുത്തതായി പാടാനെത്തുന്നു നമ്മുടെ സ്വന്തം മാനസ. വിവശമെന്തോ കാത്തിരുന്നു അലസ
ഇത് കലക്കി. മാനസ് തന്നെ ജയിക്കും, ഉറപ്പാ. അടിപൊളിയായിട്ട് പാടി കേട്ടോ. അപ്പൊ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ജഡ്ജസിലേക്ക് പോകാം. രേണുക മാം. മാനസ ഒന്നും പറയാനില്ല. ഞാൻ 10 മാർക്ക് തരുന്നു. താങ്ക് യു മാം. തമ്പി സാർ. നല്ല പാട്ട് അസലായിട്ട് പെർഫോമും ചെയ്തു. എന്റെ വക 9 മാർക്സ്. താങ്ക് യു സർ. ഇനി നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ്, നമ്മുടെ സ്വന്തം ഗായിക വിസ്മയ.